ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ അയർലാൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇതേ നമ്മുടെ അലൻ ബ്രോ നമ്മുടെ ഓണസദ്യക്കുള്ള ആ ഇൻസ്റ്റൻറ്റ് കിറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അറൗണ്ട് ഒരു 22 ഐറ്റംസ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് പേരറിയ പോലും ഇല്ല, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഫസ്റ്റ് തന്നെ ഇതാ ബ്രോ പാലട മിക്സ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഫ്രോസൺ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് റൈസ്, രസം ഒഴിച്ച് ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം നമ്മളടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആൽബിൻ ബ്രോ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ഐറ്റംസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. നോക്കാം. ഇതേ എനിക്കൊരു ചെറിയൊരു പണി തന്നിരിക്കുകയാണ്. നമ്മളോട് രസത്തിനുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതേ നമ്മുടെ ജിലേബി പാക്ക് ഇരിക്കുന്നുണ്ട്, അവിയൽ, ജിലേബി എല്ലാം ഇരിക്കുന്നുണ്ട്. ഇതേ അലൻ ബ്രോ അപ്പോഴേക്ക് ചോറ് വെക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രസത്തിനും സാലഡിനുമുള്ള നമ്മുടെ വെല്ലുള്ളി ഒന്ന് കട്ട് ചെയ്യാം. ഇത് റെഡ് കളർ നമ്മുടെ സവോള തന്നെയാണ്. പക്ഷെ എനിക്കിവിടെ വന്നിട്ട് ഒരു വ്യത്യാസം തോന്നിയെന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം വരുമായിരുന്നല്ലോ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒന്നും വന്നിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ മേ ബി നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഏഷ്യൻ റേഞ്ചിലുള്ള ഉള്ളി ആയിരിക്കില്ല. എന്തായാലും നോക്കാം. ഇത് കുനുകുന കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഒരു പരുവാക്കി എടുക്കുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള കത്തി കേട്ടോ. ഇത് ആൽബിൻ ബ്രോ എങ്ങാണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൽബിൻ ബ്രോയും ആനന്ദ് ബ്രോയും ആണ്. അതേ നമ്മുടെ അരിയും സാമ്പാറല്ല, അത് രസമാണ് നമ്മുടെ. ഓക്കെ, നമുക്ക് ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞങ്ങൾ സെറ്റായി വന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത എല്ലാം നമ്മൾ ഒന്ന് ചൂടാക്കി നമ്മുടെ കിച്ചൺ സ്ലാബിനകത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കാരണം നമ്മുടെ ഡൈനിങ് ടേബിൾ അത്രയ്ക്ക് സ്പേഷ്യസ് അല്ല. അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു കിച്ചൺ സ്ലാബിനകത്ത് അടുക്കി വെക്കുമായിരുന്നു. എന്നിട്ട് പതിയെ ഇലയൊക്കെ ഇട്ട് അതിനകത്തേക്ക് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്ക് പേര് പോലും അറിയില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെയും. വളരെ കുറച്ച് ഐറ്റംസിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. ജസ്റ്റ് നോക്കാം. ഓക്കെ, സാമ്പാർ റെഡിയാണ്. നമുക്ക് പായസമുണ്ട്. ഇത് പാലട മിക്സാണ്. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെറുപയറിൻ്റെ ഒരു പായസവും കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരു 10-22 ഐറ്റംസ് ഉണ്ട്. അഡീഷണലായിട്ട് നമ്മൾ രസം സംതിങ്. ഇതേ എല്ലാം കഴിഞ്ഞ് ചുമ്മാ ഞാനെല്ലാം ഒന്ന് കറങ്ങി നടന്ന് കാണുമായിരുന്നു. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് നമ്മുടെ ആൽബിൻ ബ്രോയ്ക്ക്, അലൻ ബ്രോയ്ക്കാണ്. അവർ രണ്ടുപേരുമാണ് ഇതിനകത്തുള്ള മാക്സിമം എഫേർട്ട് എടുത്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ എല്ലാം. രസം വെച്ചതാണെന്നുണ്ടെങ്കിലും ചോറ് വെച്ചതാണെന്നുണ്ടെങ്കിലും എല്ലാം പ്ലേറ്റിലേക്ക് ആക്കിയതാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളും ഒന്ന് ശ്രദ്ധിച്ചു. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അനുചേച്ചിയാണ്. അതേ പുള്ളിക്കാരി എല്ലാവർക്കും വേണ്ടിയിട്ട് അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ നമ്മുടെ ആ ഒരു പേപ്പർ ഇലയിലേക്ക് അതെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. നോക്കാം, പുള്ളിക്കാരി ഓരോന്നായിട്ട് അതിൻ്റെ ഒരു ട്രഡീഷണൽ വേ മിസ്സാവാതെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കാം. മനുഷ്യൻ വിശന്നിട്ട് ഇവിടെ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാം ഇതാ ഒരുവിധം അടുക്കി പെറുക്കി അതിൻ്റെ ഒരു ട്രഡീഷണൽ വേ ഒട്ടും നഷ്ടപ്പെടാത്ത തന്നെ ഒരു ഇലയിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ എല്ലാം ഈവൻ ആ ഒരു നെയ്യും പരിപ്പും ഉപ്പും എല്ലാം റെഡിയാണ് ടേബിളിനകത്ത്. ഇനി ഇത് കഴിക്കേണ്ട ഒരു ടാസ്ക് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. നമ്മുടെ പായസം 2 സെപ്പറേറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ സ്ലാബിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം ആ ഒരു 2 പായസം കൂടെ അകത്താക്കാൻ. എന്തായാലും ഇതെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല വന്നിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ഗ്രാൻഡ്
ഓണസദ്യ കഴിക്കാൻ പറ്റുന്നുള്ളത്. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇത് അറേഞ്ച് ചെയ്ത ആൽവിൻ ബ്രോയ്ക്കും വലിയൊരു താങ്ക്സ് പറയായിരുന്നു. സോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ ഗായ്സ്, ബൈ.